എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ നമ്മുടെ ലാലേട്ടൻ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് ഏപ്രിൽ മാസം 25-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസെത്താൻ പോകുന്ന മലയാളത്തിലെ ഏറ്റവും പുതിയ ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ തുടരും. ചിത്രത്തിന്റെ കേരള ബുക്കിംഗ് സംബന്ധമായിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് രാവിലെ 10 മണിയോടെ ചിത്രത്തിന്റെ കേരളത്തിലെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന കേരള വേൾഡ് വൈഡ് പ്രീസെയിൽ ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകൾ അറിയാനായി. ഇനി മറ്റുള്ള സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ നസ്ലിനെ നായകനാക്കി ഏപ്രിൽ മാസം 10-ാം തീയതി വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സ്പോർട്സ് ഫാമിലി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ ആലപ്പുഴ ജിംഖാന. നിലവിൽ 13 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ആദ്യ 12 ദിവസത്തെ ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 12 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 32,15 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 37,10 ലക്ഷം രൂപയും ഓവർസീസിൽ നിന്ന് 19 കോടിയും ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. അങ്ങനെ ആകെ 12 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 56,10 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ 13-ാം ദിവസമായി ഇന്നലത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 13-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,50 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 13 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 33,60 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം ചിത്രത്തിന്റെ കേരള ഷെയർ കളക്ഷൻ 14,50 ലക്ഷവും കടന്നിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ 13 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 13-ാം ദിവസമായി ഇന്നലത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 58,59 കോടി റേഞ്ചിലേക്കും ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ ഡീനോ ഡെന്നിസിന്റെ സംവിധാനത്തിൽ മെഗാസ്റ്റാറിനെ നായകനാക്കി ഏപ്രിൽ മാസം 10-ാം തീയതി തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മറ്റൊരു മലയാള സിനിമയാണല്ലോ ബസൂക്ക. ചിത്രത്തിന്റെ ആദ്യ 12 ദിവസത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ 12 ദിവസങ്ങൾ കൊണ്ട് 13,10 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 1,42 ലക്ഷം രൂപയും ഓവർസീസിൽ 10 കോടിയും ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. അങ്ങനെ ആദ്യ 12 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 24,62 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ബേസിൽ ജോസഫ് നായകനായി ഏപ്രിൽ മാസം 10-ാം തീയതി തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മറ്റൊരു മലയാള സിനിമയാണല്ലോ ഡാർക്ക് ഫാമിലി കോമഡി ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയായ മരണമാസ്. നിലവിൽ 13 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ആദ്യ 12 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 12 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 11,10 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 13-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 30 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രത്തിന്റെ ആകെ 13 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 11,40 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം മരണമാസം എന്ന സിനിമയുടെ 13 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രം 13 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 15,16 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസും പ്രതീക്ഷിക്കുന്നത്. അടുത്ത സിനിമ തലജിത്ത് നായകനായി അതിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത് ഏപ്രിൽ മാസം 10-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ തമിഴിലെ ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ ഗുഡ് ബാഡ് അഗ്ലി. നിലവിൽ 13 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന സിനിമയുടെ ആദ്യ 11 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ആദ്യ 11 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 4,55 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 139 കോടി ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ കർണാടക ബോക്സ് ഓഫീസിൽ 13,25 ലക്ഷവും ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും 5,75 ലക്ഷവും ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം 2,15 ലക്ഷവും. അങ്ങനെ ആകെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം വെറും 12 ദിവസം കൊണ്ട് 165 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം ഓവർസീസിൽ നിന്ന് മാത്രം 62 കോടിയും ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. അങ്ങനെ ആകെ 12 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 227 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ കഴിഞ്ഞ ആഴ്ച തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ദളപതി വിജയ് നായകനെത്തിയ സിനിമ കൂടിയാണല്ലോ സച്ചിൻ. 2005-ൽ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി മികച്ച അഭിപ്രായങ്ങൾ നേടി മികച്ച വിജയം നേടിയ സിനിമ ഇപ്പോഴത്തെ ചിത്രം 20 വർഷങ്ങൾക്ക് ശേഷം 4K റീമാസ്റ്റർ പതിപ്പിൽ വീണ്ടും തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ തമിഴ്നാട് ഇന്ത്യൻ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആദ്യ 3 ദിവസം കൊണ്ട് 6 കോടി ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 6,75 ലക്ഷം രൂപയും നേടിയ സിനിമ. അങ്ങനെ ആകെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 3 ദിവസങ്ങൾ കൊണ്ട് 8,25 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.